ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ചെടികളെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ്, ഇത്താൻ്റെ വീട്ടിൽ അകത്ത് വെക്കുന്ന മണി പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ എന്താ പറയുക നല്ല പോലെ വളർന്നു വരുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിലേക്ക് എന്താണ് ഇട്ട് കൊടുക്കുക, ഇതെങ്ങനെയാണ് നിങ്ങൾ വളർത്തിയെടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ആൻസറായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ മണി പ്ലാന്റ് എങ്ങനെ നമുക്ക് നടാം, നട്ടുപിടിപ്പിക്കാം, അതിലേക്ക് എന്തൊക്കെ ഇടുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു 4 ദിവസം 5 ദിവസം മുമ്പ് ഈ പോട്ടിലേക്ക് ആക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് എങ്ങനെ ആക്കിയിട്ട് വെച്ചു, ഈ പോട്ടിൽ എങ്ങനെ ഇത് വെക്കണം, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നല്ല എന്താ പറയുക ചെടി പെട്ടെന്ന് ഇങ്ങനെ തിരിയെടുത്ത് വരില്ലേ, അപ്പം അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു 10 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിന്നായിട്ട് ഇങ്ങനെ പൊട്ടി മുളച്ച് വന്നതാണ് ഇത് മുമ്പുണ്ടായതല്ല, ഇപ്പം ഉണ്ടായതാണ്. ഇതിന് മുകളിലുള്ള ഇലകളൊക്കെ ഞാൻ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടായതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ മണ്ണിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് പൊട്ടി മുളച്ച് ഇങ്ങനെ തിരിയെടുത്ത് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ അടുത്താക്കിയിട്ട് കാണിക്കുന്നുണ്ട്, കാണുന്നുണ്ടോയെന്നറിയില്ല, ബ്ലറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ നേരെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വെക്കാം. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ എന്താ പറയുക എൻ്റെ കിച്ചണിൽ എപ്പോഴും ഇങ്ങനെ വ്ളോഗിലൊക്കെ കാണുമ്പം കുറേ പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ എന്താ പറയുക നല്ല പോലെ ഇങ്ങനെ എന്താ പറയുക അടുത്തടുത്തായിട്ട് വരുന്നില്ലേ, അപ്പം അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതൊക്കെയാണ്. അപ്പം ഞാൻ ഇതിൽ നിന്നും ഇതുപോലെ ഒരു എന്താ പറയുക നീളത്തിൽ വന്ന ഒരു തണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതിനേക്കാളും കുറച്ച് വേറെ ഒരു രീതിയിലുള്ള മണി പ്ലാന്റാണ്. അപ്പോൾ രണ്ടിനും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതും അതും കൂടിയിട്ട് അപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക ഗ്യാസിൻ്റെ അടുത്തായിട്ട് കുറച്ച് ഇങ്ങനെ ഇലകൾ ഉണങ്ങിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പം ഗ്യാസ് സ്റ്റൗവ് ഓണാക്കിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് വാടിപ്പോയതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഓരോരോ ഇലകളായിട്ട് ഓരോരോ പോർഷനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു ഇലയും അതിൻ്റെ തണ്ടിൻ്റെ വേരിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പോട്ടിൽ വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. പോട്ടിൽ നമ്മൾ ഇതിൻ്റെ ചുറ്റിലായിട്ട് സ്പേസ് വിട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ മണ്ണും ചകരിയും, അപ്പോൾ ഇതിലേക്ക് എന്താ ഇട്ടിട്ടുണ്ടെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാം. ഇതിലേക്ക് ഞാൻ ചകിരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടും ചെടിക്കിടുന്ന വളമെന്ന് വെച്ചാൽ, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മണ്ണ്, ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഈ പോട്ടിൽ നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മുമ്പ് ഒരിക്കൽ നിറച്ച് കൊടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നനഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കത്രിക വെച്ചിട്ട് കുത്തി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ഉറച്ച മണ്ണാണെങ്കിൽ നമുക്ക് വലിയൊരു എന്താ പറയുക വടി കഷ്ണങ്ങളൊക്കെ എടുത്ത് കുത്തി കൊടുക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം ഞാനിത് നട്ടു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ആക്കിയതിന് ശേഷം മണ്ണിനുള്ളിലാക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ തണ്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ വേര് അതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ പോവും.
നോക്കിക്കേ, ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം മണ്ണിലടിയിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക, കണ്ടേ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് എന്താ പറയുക, ഇലകളിങ്ങനെ താഴത്ത് വീഴുന്നത് കുറേ ടൈം എടുത്തിട്ട് വീഴും. ഈ പോട്ട് നിറച്ചും ഇങ്ങനെ എന്താ പറയുക ഇലകളൊക്കെ വന്ന് മൂടിയതിന് ശേഷമാണ് നമുക്ക് പോട്ടിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ പോകുന്നത്. ഇതുപോലെ നമ്മൾ നട്ടു കൊടുത്താലാണ് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ടൈപ്പിലുള്ള ചെടിയാണ് കേട്ടോ. അതാ നോക്കിയേ, കളറ് കുറച്ച് ചേഞ്ചായി. നമുക്കിതുപോലെ തന്നെ വെള്ളത്തിലും വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്തിട്ട് ഇതുപോലെ എന്താ പറയുക ഇതിൻ്റെ ഇലകളൊന്ന് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ തണ്ട് മാത്രമായിട്ട് വെള്ളത്തിലിട്ട് കൊടുത്താലും നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ഇതുപോലെ നേരത്തെ വെച്ച പോലെ വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പോട്ടിലായിട്ടും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള മണി പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഓരോ സ്റ്റേജും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മളിങ്ങനെ എന്താ പറയുക സ്പ്രേ ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, സ്പ്രേ ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകളിലേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇലകളിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ദിവസവും ഒരു നേരം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഡെയിലി ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഒരാഴ്ചയോളം ഡെയിലി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മൾ വെക്കേണ്ട സ്ഥലമെന്ന് വെച്ചാൽ വെയിലൊന്നും കൊള്ളാതെ എന്താ പറയുക വെയിൽ കൊള്ളാതെ വെളിച്ചം കാണുന്നൊരു സ്ഥലം ഉണ്ടാകുന്നില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലത്തായിട്ടാണ് ഇത് വെക്കേണ്ടത്. അപ്പം അങ്ങനത്തെ സ്ഥലത്തായിട്ട് വെച്ച് കൊടുത്താൽ എന്താ പറയുക ഇത് പെട്ടെന്ന് ഇങ്ങനെ വാടിപ്പോവാതൊന്നും ഇങ്ങനെ എന്താ പറയുക മുള പൊട്ടുന്ന ടൈമാവും. ആ മുള പൊട്ടുന്ന ടൈമിൽ നമ്മൾ ഇത് വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ പ്രശ്നമില്ല കേട്ടോ. ജനലിൻ്റെ അരികിലോ മറ്റോ വെച്ച് കൊടുത്താൽ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ആ വേര് പൊട്ടുന്ന ടൈം വരെ നമ്മൾ വെയിൽ കൊള്ളാതെ വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഇലയുടെ ഫ്രഷ്നെസ് കാണുന്നില്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇലയ്ക്ക് മുകളിലായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മണ്ണിലേക്കുമായിട്ടും ഇലയ്ക്ക് മുകളിലായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ചെടികൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക കാണുമ്പോൾ നല്ലൊരു ഷൈനിങ് ഉള്ള ഒരു ഇലകളായിട്ടും മാറുന്നുണ്ട്. ഒരു മുരടിച്ച ഇലകളല്ലാതെ ഇങ്ങനെ ഷൈനിങ് ഉള്ള നല്ലൊരു ഇലയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എത്ര പേര് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വേറെ പോട്ടിലേക്ക് ആക്കിയിട്ട് വെച്ചതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു വെളിച്ചം കൊള്ളുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. വെയിൽ കൊള്ളാതെ വെളിച്ചം മാത്രം കൊള്ളുന്ന സ്ഥലത്താണ്. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ഒരു മണി പ്ലാന്റാണ്. അപ്പോൾ അത് ഞാൻ ഒരു 15 ദിവസത്തോളം ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഒരു പോട്ടിലിട്ട് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാനൊരു 25 മാസത്തോളം ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര എന്താ പറയുക ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ആക്കിയിട്ട് വെച്ചതാണ്. ഈ പോട്ടിൽ കാണുന്നതൊക്കെ വെള്ളത്തിലാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു സ്പേസിൽ ഞാൻ ഇതുപോലെ ആക്കിയിട്ട് വെച്ചത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ താഴത്ത് കാണുന്നതൊക്കെ ഞാൻ ഇപ്പോൾ ഒരു മാസത്തോളമായി വെച്ചിട്ട്. അപ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ കുക്കിങ്ങും വ്ളോഗും ഇങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ മണി പ്ലാന്റ്സിനെ കുറിച്ചിട്ട് കുറേ പേര് കുറേ ദിവസമായി ഇങ്ങനെ കമൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വീഡിയോ ചെയ്യത്താന്ന് വെച്ചിട്ട്, അതുകൊണ്ട് ചെയ്തതാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.